ഈ മാങ്ങയിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് പുരട്ടി യോജിപ്പിച്ച് വയ്ക്കാം. ഉപ്പിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. മാങ്ങാക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പയിൽ വെച്ച് അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം കൂടെ കിടന്ന് നല്ലവണ്ണം തിളയ്ക്കണം. നമുക്കിത് തയ്യാറാക്കി കൊണ്ടുവരാം. നമ്മുടെ മസാല നല്ലവണ്ണം ഇവിടെ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാങ്ങയിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ കായപ്പൊടി, ഉലുവയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇത് മസാല ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഈ മസാലക്കൂട്ടെല്ലാം ഒന്ന് നല്ലോണം ആറണ്ട, ചെറിയ രീതിയിലൊന്ന് ആറിയിട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ ഒരു ചെറിയ ചൂടുണ്ട്. ഈ ചെറിയ ചൂടിൻ്റെ അകത്ത് കിടന്ന് മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തോളും. ഒരുപാട് വേണ്ടല്ലോ നമുക്ക്. മാങ്ങ ഒന്ന് ഇരുന്ന് വേണം മാങ്ങാക്കറി റെഡിയാകാനായിട്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. ഇത്തിരി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാനായിട്ട്. പാത്രം അടുപ്പയിൽ വെച്ച് അതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുക്, ഉണക്കമുളക്, വേപ്പില. അപ്പോൾ കടുക് വറുത്ത് നമ്മൾ മാങ്ങാക്കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.